ഹലോ. എൻ്റെ പേര് ലക്ഷിത ഷെട്ടി എന്നാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല. ചെറിയ ചെറിയ വീഡിയോസ്, റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ആഹ് ഒരുപാട് ആൾക്കാരും അവരുടെ മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ വെക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പ്രോബ്ലമോ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലമോ ഉണ്ടായിട്ട് നമ്മളത് വേണ്ടാന്ന് വെക്കും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലത് എപ്പോഴും ഉണ്ടാവും അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം ഞാനിപ്പോൾ കുറേ ഇയേഴ്സായി, ഒരു 7-8 ഇയേഴ്സ് മുമ്പ് ഞാൻ വിചാരിച്ചൊരു കാര്യം, 7-8 അല്ല, ഞാൻ ടെൻത്തിൻ്റെ സമയത്തിലാണ്, 10th കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്ലസ് ഡിഗ്രി വരെ പോയി. പിന്നെ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വന്നു. ഒരു 7-8 ഇയേഴ്സ് അതിൽ തന്നെ വന്നു. അപ്പോൾ കുറേ ഇയേഴ്സായി ഞാൻ വിചാരിച്ച ഒരു കാര്യം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ 10th ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്കൊരു കോഴ്സ് പഠിക്കണമെന്ന്. ആ സമയത്ത് അത് വലിയൊരു ഫേമസ് ആയിട്ടുണ്ടായ ഒരു കാര്യമല്ലാന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടായിരിക്കും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞെന്ന് വെച്ചിട്ട് പിന്നെ +2 ഡിഗ്രി അങ്ങനെയൊക്കെ പഠിച്ചു. പഠിച്ച ശേഷം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാംഗ്ലൂരിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലിക്ക് കയറി. അങ്ങനെ കയറിയതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ഫീൽഡേ നോക്കിയിട്ടില്ല. ഹോസ്പിറ്റൽ ചേഞ്ച് ആക്കി, പക്ഷെ ഫീൽഡ് സെയിം തന്നെ. അതേ കമ്പ്യൂട്ടർ, അതേ സീറ്റ്, അങ്ങനെ വന്നിട്ടിപ്പോൾ 7-8 ഇയേഴ്സ് വരെ ആയി ഒരേ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ എന്തോ ഒന്ന് പഠിക്കണം. അതിപ്പോഴും എൻ്റെ മനസ്സിൽ അതേപോലെ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അല്ലാതെ വേറെ ആൾക്കാരും വന്നിട്ട് നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്യില്ല. സോ ഞാൻ വിചാരിച്ചു ഇത്ര ഇയർ എൻ്റെത് ഇങ്ങനെ പോയി അല്ലേ, ഇനിയിപ്പോൾ ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. സോ ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട. അങ്ങനെ നമ്മൾ ലൈഫ് ലോങ് അങ്ങനെ ഓർത്തിട്ടില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ആക്കിയിട്ട് ഞാനത് പഠിക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി ജോയിനായി. എനിക്ക് ഓഗസ്റ്റിലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. ജോലീൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ബിക്കോസ് ഒരു 9 to 5 ജോലി ഉണ്ടായാൽ അത് ഒരു നമ്മുടെ സേഫ്റ്റി അല്ലേ. നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് പഠിക്കാൻ പോയാൽ നമുക്ക് ഇൻകം ആയിട്ട് ഇപ്പോൾ ഒന്നും കിട്ടില്ല. നമ്മളെന്തെങ്കിലും ഒരു എമർജൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണ്ടേ. അപ്പം ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല എന്താവുമെന്ന്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം കേട്ടോ. മറ്റുള്ളവർക്ക് നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കുന്ന കാര്യമല്ല. നല്ല കാര്യം എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളത് ചെയ്യാം. ഇപ്പം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പം ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. അപ്പം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. സോ ഞാനിപ്പോൾ അതാ ചെയ്യുന്നത്. ബിക്കോസ് റിസ്ക്കാണ്. ബിക്കോസ് എല്ലാവരും പറയുന്നുണ്ട് നീ ഇപ്പോൾ ജോലി പോയി കഴിഞ്ഞാൽ, നീ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കിതിപ്പോൾ സെറ്റാവണമെന്നില്ല. ഇല്ലെങ്കിൽ സെറ്റാവണമെന്നുണ്ടെങ്കിലും നല്ലോണം ടൈം എടുക്കും. അപ്പോൾ പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്ത് വേണമെങ്കിൽ ആവട്ടെ, ഞാനിപ്പോൾ പഠിക്കാനൊരു തീരുമാനിച്ചതാണ്. അപ്പം ഞാൻ പഠിച്ചിരിക്കും. മാക്സിമം ഞാൻ എൻ്റെ എല്ലാ എഫേർട്ടും ഇടും. ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ യെസ്, ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ഓഗസ്റ്റ് തൊട്ട് ഞാൻ പോവാണ്. ബാക്കിയൊക്കെ അറിയില്ല എന്താവുമെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.